LSTD അസിസ്റ്റന്റ് എഞ്ചിനീയറൊക്കെ എഴുതിയിരിക്കുന്നവരായിരിക്കും നിങ്ങൾ. അത് ഞാൻ പറഞ്ഞു വരുന്നത് സിവിൽ ബിടെക് കഴിഞ്ഞവരാണ്. അപ്പോൾ ചിലർക്കൊക്കെ എക്സാം പാളിപ്പോയിട്ടുണ്ടാവാം, ചിലർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് നല്ല മാർക്ക് സ്കോർ ചെയ്ത് ഈ വരാൻ പോകുന്ന LSTD റാങ്ക് ലിസ്റ്റിൽ നല്ല റാങ്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നവരും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരുപാട് പഠിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് നമുക്ക് പാളിപ്പോയി, അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന എക്സാംസുകൾക്ക് പ്രിപ്പയർ ചെയ്യാൻ കരുതുന്നവരുണ്ടാവാം. ഇപ്പോൾ കഴിഞ്ഞ വർഷം പാസ് ഔട്ട് ആയവർ, അതല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള സിവിൽ എക്സാംസുകൾക്ക് പ്രിപ്പയർ ചെയ്താൽ കൊള്ളാം. കാരണം നമുക്ക് ഒരുപാട് എക്സാംസുകൾ നമ്മുടെ മുന്നിൽ വരാനുണ്ട്. ഇപ്പോൾ PSCയുടെ പുതിയൊരു വാർത്താക്കുറിപ്പ് വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമുക്ക് ഇറിഗേഷൻ എയുടെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1-2 മാസത്തിനുള്ളിൽ വാട്ടർ അതോറിറ്റി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതുപോലെ 2023 എക്സാം കഴിഞ്ഞിട്ടുള്ള ലെക്ചർ ഇൻ പോളിടെക്നിക് സിവില്, അസിസ്റ്റന്റ് പ്രൊഫസർ സിവില്. അപ്പോൾ ഈ പറയുന്നൊക്കെ നമുക്ക് ബിടെക് കഴിഞ്ഞ് അസിസ്റ്റന്റ് പ്രൊഫസർ ആകുമ്പോൾ എംടെക് കൂടെ നിങ്ങൾക്ക് വേണം. അപ്പോൾ എനിവേ ബിടെക് അല്ലെങ്കിൽ എംടെക് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റുകളാണ്. അപ്പോൾ ബിടെക് സിവിൽ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഈ ലെക്ചർ ഇൻ പോളിടെക്നിക്, KCB അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവില്, KCB സബ് എഞ്ചിനീയർ സിവില്, അതുപോലെ തന്നെ ഇറിഗേഷൻ വാട്ടർ അതോറിറ്റി അപ്പം അങ്ങനെ ഒരുപാട് എക്സാംസുകളാണ് നമുക്ക് ഈ 2026-ലും 2027-ലൊക്കെ ആയിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച ഒരു ഫീൽഡിൽ തന്നെ ഒരു ഗവൺമെൻറ് ജോലി, അതും തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാം അസിസ്റ്റന്റ് എഞ്ചിനീയർ പറയുന്ന ഒരു പോസ്റ്റിൻ്റെ ആ ഒരു വിലയും നിലയും പാക്കേജൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പോൾ നമുക്കൊരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ അറൗണ്ട് 50,000 എബോ നമുക്ക് സാലറി പെർ മന്ത്ലി കിട്ടുന്ന ഒരു പോസ്റ്റാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ. അപ്പോൾ നമുക്കൊരു എക്സ്പീരിയൻസ് ഒന്നും നിങ്ങളോട് PSC ചോദിക്കുന്നില്ല. നിങ്ങളോട് ഒരൊറ്റ കാര്യം PSC പറയുന്നുള്ളൂ, പഠിക്കുക. പഠിച്ചിട്ട് നല്ലൊരു റാങ്ക് വാങ്ങിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ട് നിങ്ങൾക്ക് നിയമനം തരാം, നിങ്ങൾക്ക് ഈ പറയുന്ന സാലറി തരാം, ആനുകൂല്യം തരാം. അതുപോലെ നമ്മൾ ഈ പറഞ്ഞതുപോലുള്ള ആ ഒരു നമുക്കൊരു സമൂഹത്തിൽ കിട്ടുന്ന നിലയും വിലയൊക്കെ എന്തായിരിക്കും, ഒരുപാട് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വരാൻ പോകുന്ന എക്സാംസുകൾക്ക് നല്ലൊരു റാങ്ക് നേടിയെടുക്കണമെന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ, നമുക്കിനി സമയം വേസ്റ്റ് ചെയ്യാനില്ല. എത്രയും പെട്ടെന്ന് നമ്മുടെ പ്രിപ്പറേഷൻ ആരംഭിക്കുന്നോ അത്രയും നമുക്ക് നല്ല രീതിയിൽ, കാരണം നിങ്ങൾക്കറിയാം ഒരുപാട് ടോപ്പിക്സുകളാണ് നമുക്കൊരു എക്സാംസിൻ്റെ സിലബസിൽ കവർ ചെയ്യാനുള്ളത്. ഇപ്പോൾ നമ്മൾ വരാൻ പോകുന്ന എക്സാംസുകൾക്ക് വേണ്ടിയിട്ടുള്ള പുതിയ ഓൺലൈൻ ബാച്ച്, കംപ്ലീറ്റ്ലി ലൈവ് ക്ലാസ്സുകൾ ഇൻക്ലൂഡ് ചെയ്യുന്ന പുതിയ ഓൺലൈൻ ബാച്ച് ഈ ഒരു ന്യൂ ഇയറിൽ 2026 ജനുവരി 5 മുതൽ സൈലം ടെക്നിക്കൽ ആരംഭിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ അടുത്ത 2026-ലെ പുതിയൊരു തീരുമാനമായിട്ട്, നിങ്ങളുടെ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട്, അല്ലെങ്കിൽ അടുത്തൊരു വർഷത്തിൽ നേടിയെടുക്കേണ്ട സ്വപ്നമായിട്ട്, അല്ലെങ്കിൽ ഒരു ലക്ഷ്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാമിനെ നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. എന്നിട്ട് ഈ വരുന്ന ജനുവരി 5 മുതൽ തുടങ്ങുന്ന ഈ ഒരു ബാച്ചിൽ, ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് വരുന്നു, ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സുകൾ, കേരളത്തിലെ ഏറ്റവും ടോപ്പ് ലെവൽ ഫാക്കൽറ്റീസ് കൈകാര്യം ചെയ്യുന്ന, നമുക്ക് 900+ അവേഴ്സ് വരുന്ന കംപ്ലീറ്റ് സിലബസ്. നിങ്ങൾക്കറിയാം എക്സാംസിന് നമുക്ക് ഗേറ്റ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സർവീസ് ലെവലിലാണ് നമുക്ക് എന്ത് വരുന്നത്, നമുക്ക് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുന്നത് അല്ലേ. ഇപ്പോൾ ലാസ്റ്റ് നടന്ന LSTD ആയാലും ആ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വെറുതെ എന്തെങ്കിലും ഒരു തിയറി ക്വസ്റ്റ്യൻസുകളോ അല്ലെങ്കിൽ ഡയറക്റ്റ് പ്രോബ്ലംസ് അല്ല ചോദിക്കുന്നത്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി കുറച്ചൊന്ന് ടെസ്റ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമുക്ക് ചോദിക്കുന്നത്, നിങ്ങൾക്കറിയാതെ. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മുടെ പ്രിപ്പറേഷൻ എന്ത് ചെയ്യണം, മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകൾ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്യുന്നു. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത്. അതിന് നമ്മൾ നല്ല രീതിയിൽ എക്സാംസുകൾ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ടോപ്പിക്സുകൾ കവർ ചെയ്യുന്നതിനനുസരിച്ച് ടോപ്പിക് ടെസ്റ്റുകൾ, സബ്ജക്ട് ടെസ്റ്റുകൾ, മോക്ക് ടെസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ അവൈലബിൾ ആയിരിക്കും. ചാപ്റ്ററുകൾ തീരുന്നതിനനുസരിച്ച്, സബ്ജക്റ്റുകൾ തീരുന്നതിനനുസരിച്ച് റിവിഷൻ ക്ലാസ്സുകൾ, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ റിവൈസ് ചെയ്യാനും അതിലെ കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ ചെയ്യാനും, അതല്ല പഠിച്ച സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് റിവിഷൻ സെഷൻസുകൾ ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ ഫീസ് വരുന്നത് 12,999 മാത്രമാണ്. ഇത്രയും ഒരു കുറഞ്ഞ ഫീസിൽ കംപ്ലീറ്റ്ലി ലൈവായിട്ടുള്ള ഒരു കോഴ്സ് നിങ്ങൾക്ക് വേറെ എവിടെയും അവൈലബിൾ അല്ല. അപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് നേരത്തെ നമ്മുടെ പ്രിപ്പറേഷൻസുകൾ ആരംഭിക്കുന്നോ അത്രയും നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് എക്സാംസുകൾ പെർഫോം ചെയ്യാൻ പറ്റും, നമുക്ക് നല്ലൊരു റാങ്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ആരും മറക്കണ്ട, ഈ ജനുവരി 5 മുതലാണ് നമ്മുടെ പുതിയ ഓൺലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഡെയിലി നമുക്ക് ക്ലാസ്സുകൾ വരുന്ന ഒരു 4 or 5 അവർ ക്ലാസ്സുകളായിരിക്കും കംപ്ലീറ്റ്ലി ലൈവായിട്ട്. നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ തന്നെ ലൈവ് മിസ്സായാലും നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ വീണ്ടും റെക്കോർഡറായിട്ട് വാച്ച് ചെയ്യാം. അതുപോലെ എക്സാംസുകൾ നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളാണ് ഇനി റെഡി ആകേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സ്വന്തം മനസ്സിൽ സ്വന്തമായിട്ട് നിങ്ങളൊരു ഒത്തുപോലെ എന്ത് ചെയ്യുക, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വരാൻ പോകുന്ന എക്സാംസുകളിൽ ഞാൻ പഠിച്ചിട്ട് നല്ലൊരു റാങ്ക് നേടിയെടുക്കും, ഞാൻ നല്ലൊരു ഗവൺമെൻറ് ജോലി നേടിയെടുത്തിട്ട് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുന്നിൽ തല ഉയർത്തി നടക്കുമെന്നുള്ള തീരുമാനം ഇനി നിങ്ങളാണ് എടുക്കേണ്ടത്. സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ
കാര്യങ്ങൾക്ക് നിങ്ങൾ ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. സോ അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ആരംഭിക്കുക. എല്ലാവർക്കും നല്ല റാങ്ക് തന്നെ നേടിയെടുക്കാൻ പറ്റട്ടെ. ഓൾ ദ ബെസ്റ്റ്.